മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി ഈ വന്ദേ ഭാരതിൻ്റെ പുതിയ വെർഷനായ അമൃത് ഭാരത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അയോധ്യയിലെ രാമൻ്റെ ജന്മസ്ഥലവും ബീഹാറിലെ സീതയുടെ ജന്മസ്ഥലവും ഒക്കെ ബന്ധിച്ച് കടന്നു പോകുന്ന വന്ദേ ഭാരത് മോഡലിലുള്ള അമൃത വന്ദേ ഭാരത് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായാണ് വന്ദേ ഭാരതിൻ്റെ പുതിയ വെർഷൻ വന്ദേ അമൃത നാടിന് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇത് അയോധ്യയിലെ രാമജന്മഭൂമിയെയും സീതാദേവിയുടെ ജന്മസ്ഥലം ബീഹാറിലെ ജന്മസ്ഥലവും ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദീർഘദൂര ട്രെയിൻ സർവീസ് കൂടിയാണ്. അത് വന്ദേ ഭാരത് മോഡലിലുള്ള ആധുനിക ട്രെയിൻ കൂടിയാണ്. അത്തരത്തിൽ വന്ദേ അമൃത് ഇപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. പച്ചക്കൊടി വീശി മോദി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ വേദിയിൽ. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടത്. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങൾ കൂടി അനുജ നൽകുകയാണ്. അനുജ, അതായത് രാമൻ്റെയും സീതയുടെയും ജന്മഗൃഹങ്ങളൊക്കെ അല്ലെങ്കിൽ ജന്മസ്ഥലങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ദീർഘദൂര ട്രെയിൻ, നിരവധി തൊഴിലാളികൾക്ക് ഒക്കെ ഗുണപ്പെടുന്ന അതിവേഗത്തിൽ പോകുന്ന വന്ദേ ഭാരത് മോഡലിലുള്ള ട്രെയിനാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മോദി. അനുജ. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകളാണ് ഇവ. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളവ. ക്ഷേത്ര നഗരമായ അയോധ്യയിൽ ഇന്നത് നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡ് ഷോ ഞാൻ പറഞ്ഞിരുന്നു, 11 മണിയോടെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തുടങ്ങിയിരുന്നു. അത് ഏകദേശം കുറച്ച് മിനിറ്റുകൾക്ക് മുൻപേ അത് സമാപിച്ചു. ഇപ്പോൾ ഈ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് ഏതായാലും ഈ അമൃത് ഭാരത് ട്രെയിനുകൾ 800 കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് ഉള്ളത്. നിലവിൽ ഈ ഡൽഹിയിൽ ആനന്ദ് ബീഹാറിലെ ദർഭംഗയ്ക്കും ഇടയിലാണ് ഈ ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിൻ സർവീസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും പുതിയ ട്രെയിൻ സർവീസുകൾ അദ്ദേഹം അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ വലിയൊരു ജനപങ്കാളിത്തം തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ചു മുൻപേ നമ്മൾ കണ്ട ഈ റോഡ് ഷോയിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയും ഈ ട്രെയിനിനുള്ളിലുമൊക്കെ നിരവധി